അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു ദുരാചാരം, പള്ളികൾ അലങ്കരിക്കുക, ആ പള്ളിയിൽ പച്ചത്തോരണങ്ങൾ കെട്ടുക, നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഘോഷയാത്രകൾ റോഡിലൂടെ നടത്തുക എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം എന്തിൻ്റെ പേരിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ജന്മദിന ആഘോഷമാണ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ജന്മദിന ആഘോഷം സംഘടിപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ആഘോഷം നടത്താൻ ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നത് നമ്മുടെ പകര അഹ്സന് തന്നെ ഒന്ന് പറയട്ടെ. ജന്മഡേറ്റ് നോക്കാം, എല്ലാ മഹാന്മാരെ ജന്മഡേറ്റ് നോക്കി നമുക്ക് കാണാൻ, എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്നാൾ ജനിച്ച ദിവസമാണ്, അവർക്ക് യാസീൻ ഓതി, ഫാത്തിഹ ഓതി, ഇങ്ങനെ പരിപാടിയാക്കാം. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. നമ്മുടെ കേട്ടില്ലേ, മഹാന്മാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു നോക്കി അതിനനുസരിച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടുവരിക, അതിൻ്റെ പേരിലൊരു യാസീൻ ഓതുക, അല്ലെങ്കിൽ മറ്റു ഖുർആൻ പാരായണങ്ങൾ ചെയ്യുക, അതിനെ ഒരു ഇബാദത്തായി കാണുക, ഇതൊക്കെയും പാടില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഇനി ബാക്കി അദ്ദേഹം പറയുന്നത് എന്താണ് അതിനുള്ള കാരണങ്ങൾ, ഇതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. മലബാറിലെ ഉലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ജന്മദിനം അറിയാത്തതുകൊണ്ടല്ല. 90% അയ്മത്തും നമ്മുടെ മുൻഗാമികളായ ഉലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ്. അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ്. ഓക്കിസ്ഥാനിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല. ഷാരിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. സമസ്ത മുശാവറ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന നബി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തും അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിഹയും ഒക്കെ പരിപാടിയാക്കാം. അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. അത് ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും ഇത് ശരിയല്ല, അത് നിർത്തണം. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസീന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതിയാലാണ് നന്നാവും മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഒരു വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നത്. ഇല്ലാത്ത ആചാരങ്ങൾ, വിദാത്തുകൾ നാം കൊണ്ടുവരരുത്. പിറന്നാൾ ആഘോഷം മുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പുറത്തൊക്കെ പലരും ചെയ്തിരുന്നത്. അവർ ജനിച്ച ദിനം ലഡു വിതരണം, പിന്നെ മറ്റേത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവൻ ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയുത്തിമാവിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. കേട്ടില്ലേ, വളരെ അപകടകരമാണ്, ദീന് കേടുവരാൻ കാരണമാകും എന്നാണ് അദ്ദേഹം ക്ലിയറായി ഈ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബർത്ത്ഡേ ആഘോഷം അനിസ്ലാമികമാണ്. മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരാൾ പോലും അവരുടെ ജന്മദിനാഘോഷങ്ങൾ നടത്തിയിട്ടില്ല. ജീലാനി തങ്ങളുടെ ജന്മദിനം പോലും നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നടത്തൽ വളരെ അപകടകരമാണ്, ദീന് കേടുവരും എന്ന ഒരു പോയിന്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടോ ഇതിനാരൊക്കെയോ കൂട്ടുനിൽക്കുന്നത് തന്നെയും ഈ ജന്മദിനാഘോഷത്തിന് പ്രവാചകൻ്റെ ജന്മദിനമെന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ആരൊക്കെയാ? തലേക്കെട്ടുള്ള പിന്നെ സമസ്തയിലെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളല്ലേ. അദ്ദേഹം അതുകൂടി ചേർത്ത് പറയുന്നുണ്ട്. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലേക്കെട്ടിട്ടവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ അപകടം തന്നെ. അതെ, തലേക്കെട്ട് കെട്ടിയ ആളുകളും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായം ആ വഴിക്ക് ഒലിച്ചു പോകും. ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്നവരാണ് അധികവും. മുസ്ലിമീങ്ങൾ ഈ വേഷധാരികളായ ഉസ്താദുമാരെ കണ്ടുകൊണ്ട് അവർ പറയുന്നത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് അവർ ആചരിക്കുകയാണ് ഇതൊക്കെ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഉസ്താദുമാർ വഞ്ചിക്കുകയാണ് എന്ന ഒരു വസ്തുത തിരിച്ചറിയുന്നില്ലല്ലോ എന്നതാണ് സങ്കടകരമായ വിഷയം. ഇനി ഈ നബിദിന ആഘോഷം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? നബിയോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളതുകൊണ്ടും അതോടൊപ്പം സമുദായത്തിനോട് ചില ബാധ്യതയുള്ളത് കൊണ്ടും മാത്രമാണ് ഈ സമുദായം ബിദ്അത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ പാടില്ല,
പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു മാസത്തിലെ ഒരു ദിവസത്തിലല്ല. അതിന് കൃത്യമായ മാതൃകകൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്, സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കാനുള്ള കാരണം? ഇത്തരം ആരാധനാ കർമ്മങ്ങളെ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിക്കാനുള്ള കാരണമെന്താ? പ്രവാചകനോ സ്വഹാബത്തോ താബിഉകളോ ഒരാളും തന്നെ ഈയൊരു നബിദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല എന്നതാണ്. അത് ഞാനല്ല പറഞ്ഞത്, അത് സിംസാറുൽ ഹക്ക് ഹുദവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ താബിഉകളോ ആരും തന്നെ, അതായത് ചുരുക്കി പറഞ്ഞാൽ 3 ഉത്തമ തലമുറയിൽ ഒരാളും തന്നെ നബിദിനാഘോഷം നടത്തിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് നബിദിനം തുടങ്ങിയത്? പ്രവാചകന്റെ മേലുള്ള ജന്മദിനാഘോഷം എപ്പോഴാണ് തുടങ്ങിയത്? അതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗൽഭമായ നന്മയെ കേട്ടില്ലേ? ഹിർബലിന്റെ രാജാവ് മുദഫർ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എന്നത് എൻ്റെ തലമുറയാണ്, അതായത് സഹാബത്താണ്, പിന്നെ താബിയുകളാണ്, പിന്നെ തബഅ താബിയുകളാണ്. ഈ 3 തലമുറയിലും ഇല്ലാത്ത 7-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈയൊരു പുത്തൻ ആചാരം അത് ബിദ്അത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് ബിദ്അത്തിൻ്റെ അപകടങ്ങൾ? അവരുടെ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ, നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മന്നഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, 3 ഉത്തമ തലമുറയിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഇബാദത്ത് 7-ാം നൂറ്റാണ്ടിൽ കാണുമ്പോൾ അതിനെ പുത്തൻ ആചാരമെന്നല്ലാതെ പിന്നെ എന്താണ് പറയുക? അതുകൊണ്ട് തന്നെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു ഹദീസ് അദ്ദേഹം വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അവിടെയും തീർന്നില്ല. ഹദീസിൻ്റെ പുത്തൻ ആചാരങ്ങളുടെ ഗൗരവം എന്താണ് എന്ന് നമുക്ക് അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ശ്രവിക്കാം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഹിയ മാ സീദ അലാ മാ ശുരിഅ, ശറഇൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ, അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഇയ്യ, ശർഇയ്യായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകും. കേട്ടില്ലേ? ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും ആ ബിദ്അത്തിനെതിരെ സംസാരിക്കാതിരുന്നാൽ അള്ളാഹു അവൻ്റെ മേൽ കോപമുണ്ടാകും എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതാണ് ബിദ്അത്തിൻ്റെ ഗൗരവം. ബിദ്അത്ത് ആളുകൾ നന്മയാണ് എന്ന് പറഞ്ഞ് ചെയ്ത് അതിൽ പുണ്യം തേടിക്കൊണ്ടിരിക്കുകയും എന്നാൽ മരിച്ചു കഴിയുമ്പോൾ നാളെ പരലോകത്തെത്തുമ്പോൾ ആ ചെയ്ത നന്മകളെന്ന് വിചാരിച്ച് ചെയ്ത ബിദ്അത്തുകൾക്ക് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. നന്മകളെന്ന് വിചാരിച്ച് പുണ്യങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ നാളെ വലിച്ചെറിയുകയും അതിൻ്റെ പേരിൽ ഖേദം വരുന്ന ഒരവസ്ഥ, ഒന്നുമില്ലാതെ നിഷ്ഫലമായി അതിൻ്റെ ശിക്ഷകൾ പേറേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബിദ്അത്ത് അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു വിഷയം സമൂഹത്തെ ഉണർത്തുന്നത്.
ഇനി ബിദ്അത്ത് നല്ലതല്ലേ എന്നാണ് ചില ആളുകളുടെ ആശയം. നല്ല ബിദ്അത്താണ് നബിദിനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയും നമ്മുടെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യുക, അതാ ഇസ്ലാം. അള്ളാഹ് കൽപ്പിച്ചതുപോലെ ചെയ്യുക, അതാണ് ഇസ്ലാം. സുബിയല്ലേ, ക്ഷീണമൊന്നുമില്ലാതെ വിചാരിച്ച് 4 റക്കഅത്ത് നിൽക്കിച്ച സുബിയാവോ? 2 റക്കഅത്ത്. വേറൊരാള് സുജൂദ് 2, റുക്കു എന്താ 1, ഞാൻ റുക്കുവും 2 നിസ്കാരാവോ? അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ, അതല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഏത് ഇബാദത്തും അള്ള പറഞ്ഞ പോലെ. കേട്ടില്ലേ? അള്ള പറഞ്ഞതെന്താണോ, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതെന്താണോ അതുപോലെ ചെയ്യലാണ് ഇബാദത്ത്. അതല്ലാതെ നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നിയിട്ട് അത് അധികരിപ്പിച്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് തന്നെ എടുക്കാം. സുബഹിസ്കാരം ക്ഷീണമില്ല, ഒരു 3 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്താൽ അത് ഇബാദത്താവൂല, അത് ബിദ്അത്ത് തന്നെ ആവുള്ളൂ. റുക്കൂ എന്തേ 1, 2 പ്രശ്നം എന്താ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് ആ റുക്കൂയിൽ പറയുന്ന ദിക്റുകൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ലേ എന്ന് വിചാരിച്ച് 2 കഴിയില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ദീനിൽ ഇസ്ലാമിൽ നല്ലത് എന്ന് പറയുന്ന ഒരു ബിദ്അത്തില്ല. നല്ല ബിദ്അത്തില്ല, ഭാഷാപരമായി നല്ല ബിദ്അത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീഡിയോ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, സംവിധാനങ്ങൾ, ഇതെല്ലാം ദീനിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഷാപരമായി ഇതൊരു ബിദ്അത്താണ്. കാരണം മുൻപില്ലാത്ത, പ്രവാചകൻ്റെ കാലത്തില്ലാത്ത സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ ഇത്തരം ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, പുത്തൻ ആചാരങ്ങളെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നല്ല ബിദ്അത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ യാതൊരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. ഇനി മൗലൂദുമായി ബന്ധപ്പെട്ട്, പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അമലുൽ മൗലൂദുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, അസുലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. അമലിൽ മൗലിദ് ആഘോഷിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് അത് ബിദ്അത്താണ്. അത്തരം പ്രവർത്തനങ്ങൾ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫിസ് സാലിഹ് മിൻ ഖുറൂനി സലാസ. 3 ഉത്തമ തലമുറയിൽ നിന്ന് ഒരു പ്രമാണം പോലും, ഒരാളിൻ്റെ ഒരു വാക്കുപോലും അതിൽ നിന്ന് ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു സംഭവം എടുത്തു കൊടുക്കുന്നത് ഇമാം സുയൂത്തിയാണ്. അൽ ഹാവി ലിൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1-ാം വോളിയത്തിലെ 196-ാമത്തെ പേജിലാണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മൗലൂദ് ആഘോഷിക്കുക എന്നത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്. പുണ്യമല്ലേ എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നത് നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. തീർന്നില്ല, ആഘോഷിക്കാത്തവരെക്കുറിച്ച് നമ്മുടെ നാടുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? അവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്, പ്രവാചകനെ നിന്ദിക്കുന്നവരാണ്, സ്വലാത്ത് പോലും പറയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നുണപ്രചരണങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റൊന്ന് എടുക്കുക. 1, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആഘോഷിച്ചിട്ടില്ല. 2ാമത്തത്, പ്രവാചകൻ്റെ സ്വഹാബത്ത്, പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുള്ള സ്വഹാബത്ത്, പ്രവാചകൻ്റെ വാക്കുകളെ കാതോർക്കുന്ന, പ്രവാചകൻ്റെ കാൽപാദങ്ങളെ അതുപോലെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ സ്വഹാബത്തിന് സ്നേഹമില്ല എന്നാണോ? ഇനി പോട്ടെ, താബിഉകൾ, അവർ ആഘോഷിച്ചിട്ടില്ല. എന്നാൽ താബിഉകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണോ നിങ്ങളുടെ വാദം? തബഅ താബിഈങ്ങൾ, അവർ ആഘോഷിച്ചിട്ടില്ല. 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, അവർ ആഘോഷിച്ചിട്ടില്ല. ഈ 4 മദ്ഹബിൻ്റെയും ഇമാമിയങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? എങ്കിൽ മനസ്സിലാക്കുക, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതിനെ ആ രൂപത്തിൽ ചെയ്യുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അതല്ലാതെ പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു സാധനത്തിനെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിലൂടെ പ്രവാചകനെ ധിക്കരിക്കുകയും പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിക്കുകയുമാണ് അറിയാതെ ചെയ്യുന്നത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല പഠിപ്പിച്ചു നൽകുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല.
ആരെങ്കിലും ഇസ്ലാമിൽ പുതിയൊരു കാര്യം കൊണ്ടുവരികയും എന്നിട്ടത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് കാണുകയും ചെയ്താൽ, ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഉദവിയൊക്കെ പറയുന്നത് നല്ല ബിദ്അത്തല്ലേ എന്നാണ്. നല്ല ബിദ്അത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ആഘോഷിക്കാൻ, അത് പുണ്യം കാണാൻ ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു കർമ്മം കടത്തിക്കൂട്ടി കൊണ്ടുവരികയും അതിനെ നന്മയാണ് എന്ന് കണ്ട് നല്ല ബിദ്അത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്ന് വാദിക്കുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് എന്താണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാനത് റിസാല, നമ്മുടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു. കാരണം എന്താ? കാരണം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ നമുക്ക് കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ ഫത്വ അദ്ദേഹം നൽകിയതിന് ശേഷം ഈ ആയത്ത് ഓതുകയാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനാണ്. ഇന്നേ ദിവസം ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴേക്ക് എല്ലാം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം നമുക്ക് പഠിപ്പിച്ചു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർത്തുക്കും ബിഹി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലന്നാർ ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു. നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായ എല്ലാ തിന്മകളെക്കുറിച്ചും നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യാതെ പോയിട്ടില്ല, വിട്ടേച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഷെയ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതും കൃത്യമായി പഠിപ്പിച്ചു. നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ അന്നില്ലാത്ത ഒരു കാര്യം ഇന്നുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ചാൽ ഈ പറഞ്ഞ ഹദീസ് പ്രവാചകൻ കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വൈരുദ്ധ്യമാണ് എന്ന് പറയേണ്ടി വരും. അമലുൽ മൗലിദ് കഴിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്നവർ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിനും തിരുവചനങ്ങൾക്കും പണ്ഡിതന്മാരുടെ ഫത്വകൾക്കും എല്ലാം എതിരാണ് നിങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടു മാത്രമാണ് ഈ ഒരു വിഷയം നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. പ്രവാചകൻ്റെ ഇഷ്ടം നേടാൻ വേണ്ടി നമ്മൾ ഈ അമലുൽ മൗലിദ് കഴിക്കുകയാണ് എങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആ പ്രവാചകൻ തന്നെ നമ്മളെ ആട്ടി ഓടിക്കുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പിൻപറ്റാൻ വേണ്ടി ജിബില്ലിയായ സാധാരണ പ്രവർത്തനങ്ങളെപ്പോലും ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഒരു റബീഉൽ അവ്വലിലെങ്കിലും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു റബീഉൽ അവ്വലെങ്കിലും ആഘോഷിച്ചതായി, ഒരു മുട്ടായി കൊടുത്തതായി, ഒരു യാസീൻ ഓതിയനായി, പ്രവാചകൻ്റെ ജന്മദിനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചുകൂട്ടി ബിരിയാണിയൊക്കെ വച്ച് കൊടുത്തതായി ഒരു അരവരി തെളിവുണ്ടെങ്കിൽ നമ്മളും തയ്യാറാണ്, നമ്മളും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കും. അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ നന്മയാണ് എന്ന് വാദിക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ വരാനിരിക്കുന്നത്. അതിലൊന്നാമത്തത് പ്രവാചകൻ ആ നന്മയെ മറച്ചുവച്ചു എന്നതാണ്. പ്രവാചകൻ ആ നന്മയെ മറച്ചുവച്ചു എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ വന്ന ആ ഒരു ബിദ്അത്ത്, ആ ഒരു കാര്യം, ആ മൗലൂദ് ആഘോഷം അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം, അത് നന്മയാണ് എന്ന് വാദിക്കുന്നതിലൂടെ പ്രവാചകൻ ആ നന്മയെ മറച്ചുവച്ചു. ആ നന്മ പ്രവാചകൻ അറിയുമായിരുന്നു, പ്രവാചകൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് ആഘോഷിക്കാത്തത് എന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കട്ടെ, ഒരു നന്മ അറിഞ്ഞു വച്ചുകൊണ്ട് അതിനെ മറച്ചു വച്ചാൽ, ഇൽമിനെ മറച്ചു വയ്ക്കുക എന്നത് ഏറ്റവും വലിയ അപകടമാണ്. ആ പ്രവാചകൻ അങ്ങനെ ചെയ്തു എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ഇനി രണ്ടാമത്തത്, അത് പ്രവർത്തിക്കുന്നതിലൂടെ വാദിക്കുന്നത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യം അറിഞ്ഞിട്ടും പ്രവാചകൻ അത് കാണിച്ചു കൊടുത്തിട്ടില്ല സഹാബത്തിന് എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള രൂപത്തിൽ, ഇഷ്ടമുള്ള ശൈലിയിൽ, നമുക്കിഷ്ടമുള്ളതെല്ലാം
ഉണ്ടാക്കി തീർത്തുകൊണ്ട് അതിനെ പുണ്യമാക്കി കാണുക എന്നതല്ല ദീനുൽ ഇസ്ലാം. ഒരു സന്ദർഭത്തിൽ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഞാൻ മദീനയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് പോകാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും. ലാ തഫ്അലുഹു ഫഇന്നി അഖാഫു അലൈക്കൽ ഫിത്ന. നീ ആ രൂപത്തിൽ പ്രവർത്തിക്കരുത്, നിന്നിൽ ഞാൻ ഫിത്ന ഭയപ്പെടുന്നു. എന്താണ് സഹോദരങ്ങളെ, ഒരാൾ ദുൽഖുലൈഫയിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വ്യക്തി ഒരല്പം നേരത്തെ പ്രവേശിച്ചു എന്നതുകൊണ്ട് എന്താണ് ഫിത്ന വരാനിരിക്കുന്നത്? അദ്ദേഹം അതേ ചോദ്യം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു. മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ ദുൽഖുലൈഫയിൽ നിന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് മക്കയിലേക്ക് പോകേണ്ടത്. എന്നാൽ അതിനു മുമ്പുള്ള സ്ഥലമാണ് മദീന എന്നത്. ഒരല്പം കൂടുതൽ ദൂരം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു എന്നതാണ് അദ്ദേഹം അവിടെ സ്വീകരിച്ച നിലപാട്. അത് തന്നെയും ഫിത്നയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം തിരിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു, എന്ത് ഫിത്നയാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, മദീനയിൽ നിന്ന് അല്പം നേരത്തെ നീ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതിലൂടെ നീ വാദിക്കുന്നത് പ്രവാചകൻ കാണിച്ചു തരാത്തൊരു നന്മ നീ മുമ്പേ ആചരിക്കാനും അങ്ങനെയുള്ളൊരു പുണ്യം ഉണ്ട് എന്നും ആ പുണ്യത്തിലൂടെ നന്മകൾ കൂടുതൽ നേടാമെന്നും ആണ് നീ വാദിക്കുന്നത് എന്ന് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്ന് ചിലത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ പ്രവാചകനേക്കാൾ ഇൽമ് ഉള്ള ആൾ എന്നും പ്രവാചകനേക്കാൾ നന്മകൾ നേടിയ ആൾ എന്നുള്ള ചില തോന്നലുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യവും പിന്നീട് ആളുകൾ മദീനയിൽ നിന്ന് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും എന്നതുകൊണ്ടാണ് അവിടെ ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിദ്അത്തിൻ്റെ ഒരു അല്പം പോലും കാണുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി അതിനെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, 3-ാം നൂറ്റാണ്ടിലില്ലാത്ത 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കറിയാത്ത, അതുപോലെ തന്നെ സ്വഹാബത്തിനറിയാത്ത, പ്രവാചകൻ ആചരിച്ചിട്ടില്ലാത്ത ഖുർആനിലോ സുന്നത്തിലോ ഒരു അരവരി പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഘോഷിക്കണമെന്നോ ഘോഷയാത്ര നടത്തണമെന്നോ ഒന്നും കാണാൻ സാധിക്കാത്ത, മാത്രമല്ല ഈ റബീഉൽ അവ്വൽ 12 എന്നത് പ്രവാചകൻ്റെ അന്തിമ നിമിഷങ്ങളാണ്. റബീഉൽ അവ്വൽ 12-ൻ്റെ ദുഹാ സമയത്താണ് അവിടുന്ന് ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും നമുക്ക് ആഘോഷിക്കാൻ ഒരു തെളിവോ പ്രമാണമോ ഒരു നിലക്കുമുള്ള അംഗീകാരമോ ഇസ്ലാം നമുക്ക് നൽകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തിൽ നിന്ന് മാറി യഥാർത്ഥ സുന്നത്തിൽ ജീവിക്കാൻ, പ്രവാചകനെ എല്ലാ സദാസമയവും സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റി അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ആ രൂപത്തിൽ സ്നേഹിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.